നമസ്തേ. അടുത്ത ഒരു ചോദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ട് ഒരാൾ. 7-ൽ ശനി ജൂപ്പിറ്റർ, 7-ൽ ശനിയും വ്യാഴവും കൂടെ നിൽക്കുന്നു, കോമ്പിനേഷൻ. ലഗ്നത്തിൽ ചൊവ്വ, 4-ൽ ബുധൻ, 8-ൽ രാഹു, 5-ൽ സൂര്യൻ, സൂര്യൻ ചന്ദ്രൻ ശുക്രൻ കോംബോ നേടിയിട്ടുണ്ട്. വിവാഹ ജീവിതം മോശമാകുമോ? ലഗ്നത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല. ലഗ്നം ഇല്ലാതെ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യവും അറിയാനൊക്കുന്നില്ല. ഒരുപക്ഷെ ലഗ്നം പറയാൻ മടിയുള്ളവരാണെങ്കിൽ ഇതിൽ ശനിയോ ബുധനോ ഒക്കെ സ്വക്ഷേത്ര ബലവാനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലഗ്നം അതിലൂടെ കണ്ടെത്താനൊക്കും. അതിനൊരു സാധ്യത വരുന്നില്ല. ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം കൊണ്ട് സമ്പൂർണ്ണ ഏകദേശം പോലും ഒരു പ്രഡിക്ഷൻ സാധ്യമാകുന്നില്ല. എങ്കിലും 7-ൽ ശനി ബുധൻ അല്ല 7-ൽ ശനി വ്യാഴം എന്നിവ നിൽക്കുന്നതിൻ്റെ ഫലം പറയാം. 7-ൽ ശനി വ്യാഴം എന്നിവ നിന്നതുകൊണ്ട് ദോഷമൊന്നും വരാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണ്. വ്യാഴത്തിനോടൊപ്പം ഏതൊരു ഗ്രഹം നിന്നാലും ആ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദോഷത്തെ വ്യാഴം ഇല്ലാതാക്കും എന്ന ഒരു ശാസ്ത്ര പ്രമാണമുണ്ട്. അതുകൊണ്ട് തന്നെ 7-ലെ ശനിയോടൊപ്പം വ്യാഴം നിന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ദോഷമായി പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് ഒരു തരത്തിലും ലഗ്നം കണ്ടെത്താനുള്ള ഒരു പോയിൻറ്റ്സ് വിട്ടു തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഗ്രഹം സ്വക്ഷേത്രത്തിലാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ലഗ്നത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. 7-ൽ സ്വക്ഷേത്രമെന്നോ ഉച്ചക്ഷേത്രമെന്നോ ഒക്കെ പറയാമായിരുന്നു. 7-ൽ ശനി വ്യാഴം എന്നിവ നിൽക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ ദോഷം വരുന്നതായിട്ട് പറയാനില്ല. കാരണം വ്യാഴം മറ്റേത് ഗ്രഹത്തിൻ്റെ കൂടെ നിന്നാലും ആ ഗ്രഹത്തിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കും എന്ന പ്രമാണം ഉള്ളതിനാൽ. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉഭയരാശി ലഗ്നമായി ജനിച്ചവരാണെങ്കിൽ 7-ൽ ശനിയും വ്യാഴവും കൂടി നിൽക്കുന്നതിനെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്ന ഒരു എക്സെപ്ഷണൽ തിയറി ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ് ഉഭയരാശികൾ ലഗ്നമായിട്ട് വരുന്നത്? അത് മീനം ലഗ്നം, മിഥുനം ലഗ്നം, കന്നി ലഗ്നം, ധനു ലഗ്നം. ഈ 4 ലഗ്നങ്ങളെ ഉഭയരാശികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഉഭയലഗ്നമാണ്. ഉഭയരാശി ലഗ്നമായിട്ട് വന്നാൽ, മീനമോ മിഥുനമോ കന്യോ ധനുവോ ലഗ്നമായിട്ട് വന്നാൽ അവർക്കാണ് 7-ൽ ശനിയും വ്യാഴവും കൂടെ നിൽക്കുന്നതെങ്കിൽ ശകലം ജാഗ്രതയോടെ കൂടെ കാണേണ്ടി വരും. അതിൽ ഉഭയരാശിയിൽ എല്ലാത്തിനും അങ്ങനെ നമ്മൾ പറയേണ്ടതില്ല. 7-ൽ ഉഭയരാശി മിഥുനമോ കന്യോ ആണ് വരുന്നതെങ്കിൽ 7-ൽ വ്യാഴം ബലവാനായതിനാൽ ദോഷം കുറച്ച് കുറയാനാണ് സാധ്യത. അത് പറഞ്ഞിട്ടില്ലല്ലോ ലഗ്നം ഏതാണെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ശനിയാണ് 7-ൽ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവാനായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ശനിയെക്കുറിച്ചും കുറച്ച് ഗുണം പറയേണ്ടതായിട്ട് വരും. ഇനി ശനിക്കും വ്യാഴത്തിനും ഒട്ടും തന്നെ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര മൂലക്ഷേത്ര ബലമൊന്നും ഇല്ലാത്ത ഉഭയരാശികളാകുന്ന മീനം രാശിയും ധനുരാശിയും ലഗ്നമായി ജനിച്ചിട്ടുള്ളവർക്കാണ്, അല്ലെങ്കിൽ മീനം ലഗ്നക്കാർക്കും ധനു ലഗ്നക്കാർക്കും 7-ലാണ് ശനിയും വ്യാഴവും കൂടി നിൽക്കുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് വിവാഹ കാര്യത്തിൽ. അത് ഒന്നുകിൽ ഹെറ്ററോസെക്ഷുവാലിറ്റി അല്ല ബൈസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് കുറേയേറെ വിരൽ ചൂണ്ടാനിടയുണ്ടാകാം എന്നുണ്ട്. ബൈസെക്ഷൽ ടെൻഡൻസിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് ഏതെല്ലാം തരത്തിൽ വരാം. അത് ബാലകരോടാണോ, വൃദ്ധരോടാണോ, യൗവനയുക്തരോടാണോ ലൈംഗിക മോഹങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഇതെല്ലാം അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ 4-ൽ ലഗ്നത്തിൽ ചൊവ്വയും കൂടെ നിൽക്കുന്നു. അപ്പോൾ ലഗ്നം അറിയാത്ത സ്ഥിതിക്ക് ചൊവ്വ ഏതൊക്കെ തരത്തിൽ ബാധകമാകും എന്നുള്ളതിനെക്കുറിച്ച് സൂക്ഷ്മമായി പറയാൻ സാധ്യതയില്ല. ലഗ്നത്തിൽ ചൊവ്വ നിന്നാൽ, 1-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിനെ നമ്മൾ മറികടന്നുകൊണ്ട് വേണം ഫലം പറയേണ്ടത്. പ്രമാണങ്ങളെയെല്ലാം സാമാന്യ വിധിയായി കണ്ടുകൊണ്ട് വേണം ഒരു ജ്യോതിഷം പറയേണ്ടത്. ആ പ്രമാണത്തെ സാമാന്യ വിധിയായി കാണുക എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയുകയല്ല, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെ വന്നിട്ട് ഏത് ഫലം വരും എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടി പ്രമാണത്തെ ഉപയോഗിക്കുകയും എന്നാൽ ആ പ്രമാണത്തിനെ സമ്പൂർണ്ണ വിധിയായി പറയാതിരിക്കുകയും ചെയ്യണമെന്നാണ് സത്യം, ശാസ്ത്രം. അതുകൊണ്ട് 4-ൽ ബുധൻ നിൽക്കുന്നത് ഏത് രാശിയിലാണ്? അതില്ല. 8-ൽ രാഹു, 5-ൽ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ. സൂര്യനും ചന്ദ്രനും തമ്മിൽ വലിയ കുഴപ്പമില്ലാത്ത ഗ്രഹങ്ങളാണ് പരസ്പരം നിൽക്കുന്നതെങ്കിലും
ശുക്രനും സൂര്യനും തമ്മിൽ ശത്രുക്കളാണ്. അപ്പോൾ ഏതൊരു ഗ്രഹനിലയിലും ഏറ്റവും പ്രധാനമായിട്ട് വിവാഹ ജീവിതത്തിനെ വളരെ മോശമാക്കുന്നതായിട്ട് കാണുന്നത് സൂര്യനും ശുക്രനും കൂടി പരസ്പരം ദൃഷ്ടി ഉണ്ടാവുക, സൂര്യൻ്റെ രാശിയിൽ ശുക്രൻ നിൽക്കുക, ശുക്രൻ്റെ രാശിയിൽ സൂര്യൻ നിൽക്കുക, എന്നുവെച്ചാൽ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിൽ. അപ്പോൾ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുക, സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുക, 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുക, ലഗ്നത്തിൽ സൂര്യൻ നിന്നുകൊണ്ട് ശുക്രനെ നോക്കുക, പൂർണ്ണദൃഷ്ടി. ലഗ്നത്തിൽ സൂര്യൻ നിന്നുകൊണ്ട് ശുക്രനെ പൂർണ്ണദൃഷ്ടിയിൽ നോക്കുക, ശുക്രനും സൂര്യനും കൂടെ ഒരുമിച്ച് വരിക, ഇതെല്ലാം വിവാഹ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷം ചെയ്യുന്നതാണ് എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ സൂര്യനും ശുക്രനും കൂടിയുണ്ട്. അപ്പോഴത് വിവാഹ ജീവിതത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കും. എന്നാൽ ചന്ദ്രനും കൂടിയുണ്ട്. വിവാഹം കഴിച്ചാൽ ഒരു വശം വളരെ ദുഃഖകരവും മറുവശം കൂടുതൽ സന്തോഷകരവുമായി വരാം എന്നൊരു ഫലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചിലർക്ക് ഇത്തരം ഗ്രഹനില വന്നിട്ട് ബാക്കിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് പറയാമായിരുന്നു. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ നേരിട്ടോ അല്ലാതെയോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വിവാഹ ജീവിതം എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് സമീപിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായി നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനായിട്ടോ ഒക്കെ നോക്കിയാൽ വ്യക്തമായിട്ട് ബാക്കിയും കൂടി അറിയുമ്പോൾ പറഞ്ഞുതരാം. ഇതിനകത്തൊരു ഊഹം ഞാൻ പറയാം, വരാവുന്ന സാധ്യത. ബാക്കിയും കൂടെ ഉണ്ടായാലേ പൂർണ്ണതയുള്ളൂ. എങ്കിലും ഇങ്ങനെ ഞാൻ മുമ്പ് ചില ഗ്രഹനിലകളിൽ കണ്ടിട്ടുണ്ട്. ഈ ആദിത്യനും ശുക്രനും ചന്ദ്രനും കൂടി ഒരുമിച്ച് നിൽക്കുന്നിടത്ത് എല്ലാ ഭാഗ്യങ്ങൾക്കും വിധാതാവായി ഭാര്യ നിൽക്കുകയും എന്നാൽ ജീവിതകാലം മൊത്തം അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു ഫലം. ജീവിതകാലം മൊത്തം ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതൊരു നിമിഷവും ഇയാൾ നാരായണ എന്ന് പറഞ്ഞാൽ അയാൾ കൂരാണ് എന്ന് പറയും. പെണ്ണിന് ആണും ഇതുപോലെ തന്നെ വരും. ഇത് കൂടുതൽ ബാധകമാകുന്ന പുരുഷനായിരിക്കും സ്ത്രീയിൽ നിന്ന്. അവരെപ്പോഴും അലട്ടി ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർ നിമിത്തം സർവ്വവിധ ഭാഗ്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അതിൽ അവർക്ക് കുറേ അഹങ്കാരവും ഹുങ്കും മുഷ്കും ഒക്കെ ഉണ്ടായിരിക്കുകയും പുച്ഛിച്ചുകൊണ്ടിരിക്കും. ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തേനെ, ഞാൻ വന്നതുകൊണ്ട് പ്രയോജനം, അല്ലെ എൻ്റെ മാതാപിതാക്കൾ സമ്പാദിച്ച സ്വത്തുക്കൾ കൊണ്ട് നിങ്ങൾ ഉയർച്ചയിലിരിക്കുന്നു എന്നൊക്കെ പറയും. എപ്പോഴും ഈ അലട്ടൽ കൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ ഒരു വിവാഹ ജീവിതം ഒരു പുരുഷായുസ് മൊത്തം കൊണ്ടുപോകേണ്ടതായിട്ട് വരും. എന്നാൽ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള അതീവ സൂക്ഷ്മമായ ഫലങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഗ്രഹനില ഇതൊരു ഊഹാപോഹമാണ് പറഞ്ഞത്. ഈ ഗ്രഹനിലയിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് കൂടുതലില്ലാത്തതിനാൽ അത്രയും പറയാൻ ഒക്കുന്നുള്ളൂ.